ഇതാണ് നമ്മുടെ വീട്. ഫുള്ള് വെട്ടുകല്ല് പണിതുള്ള വീടാണിത്. ഇത് വെട്ടുകല്ലും മരം തന്നെയാണ് ഫുള്ള് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതാണ് ബ്രസീലിയൻ മൾബറി. നമ്മളിത് വെച്ചിട്ട് 2 കൊല്ലത്തോളമായിട്ടുണ്ട്. ഇത് വലിയ മരം ആയിട്ട് വന്നതാണ്. അപ്പോൾ നമ്മൾ പ്രൂൺ ചെയ്തപ്പോഴാണ് നന്നായിട്ട് കായ ഉണ്ടാവുന്നത്. പ്രൂൺ ചെയ്യുമ്പോൾ എല്ലാ പ്രാവശ്യം പ്രൂൺ ചെയ്യുമ്പോൾ നന്നായിട്ട് കായ ഉണ്ടാവുന്നുണ്ട്. നല്ല മധുരമാണ് സംഭവം. ഇത് ബ്രസീലിയൻ മൾബറി. നമ്മൾ വലുതായപ്പോൾ വീണ്ടും കട്ട് ചെയ്തപ്പോൾ ആ കട്ട് ചെയ്ത ഭാഗത്തൊക്കെ ഈ സാധനം ഉണ്ടായി നന്നായിട്ട്. നല്ല മധുരമാണ് സംഭവം. ഇത് പീനട്ട് ബട്ടറാണ് നമ്മുടെ. ഇത് നമ്മൾ വെച്ച് നന്നായി പെട്ടെന്ന് ഉണ്ടാകാനായിട്ട് നന്നായിട്ട് വളം ചെയ്യും നമ്മൾ. അപ്പോൾ ആ വളം ചെയ്ത സമയത്ത് പെട്ടെന്ന് കായായി. ഇപ്പോഴും നന്നായിട്ട് കായ ഉണ്ടാക്കുന്നുണ്ട്. ഇത് പ്രത്യേകിച്ച് വളത്തിൻ്റെ ഒന്നും ആവശ്യമില്ല, ഒരു വെള്ളവും ചെയ്യേണ്ട കാര്യമില്ല ഇതിന്. കാരണം എന്നാലും നന്നായിട്ട് ഉണ്ടാകുന്നൊരു സംഭവമാണ് ഇത് പീനട്ട് ബട്ടർ. നന്നായിട്ട് ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ കായ. ഇത് നമ്മുടെ മട്ടോവയാണ്. മട്ടോവ 2 കൊല്ലമൊക്കെ ആയിട്ടുണ്ട്. അതും 2-3 കമരയൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പം ഇതും ഏകദേശം ഉണ്ടാവാറായിട്ടുണ്ട് മട്ടോവ. ഇത് നമ്മുടെ മിറാക്കിൾ ഫ്രൂട്ടാണ്. ഇതും അത്യാവശ്യം നന്നായിട്ട് ഉണ്ടാവാറുണ്ട്. ഇത് കഴിച്ചിട്ട് എന്ത് കഴിച്ച് കഴിഞ്ഞാലും, പുളിയുള്ളതോ കയ്പുള്ളതോ കഴിച്ച് കഴിഞ്ഞാൽ മിറാക്കിൾ ഫ്രൂട്ട് കഴിച്ചിട്ട് അത് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് മധുരമായിരിക്കും. അതാണ് ഇതിപ്പോൾ നന്നായിട്ട് പൂത്തിട്ടുണ്ട്. ഇത് നമ്മുടെ അബിയു എന്നുള്ള ഫ്രൂട്ട് പ്ലാന്റ് ആണ്. ഇത് വെച്ചിട്ട് ഏകദേശം 2-3 കൊല്ലത്തോളം ആയിട്ടുണ്ട്. ഇതൊരുപാട് തവണ പൂത്തിട്ട് പൂ കൊഴിഞ്ഞു പോകും. പിന്നെ അങ്ങനെയായി ലാസ്റ്റ് ഞങ്ങൾ നേഴ്സറിലൊക്കെ പോയി ചോദിച്ചപ്പോൾ എല്ലാം അങ്ങനെ തന്നെയാണ്. പിന്നെ ഉണ്ടായിട്ടുള്ളതാണ് ഇപ്പോൾ ഇത്. ഇത് പഴുത്തിട്ട് ഒന്നുകൂടെ കാണിക്കുന്നതായിരിക്കും. ഇപ്പം നന്നായിട്ട് ഇത് പൂത്തുണ്ട്. പ്രശ്നം നന്നായിട്ട് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. നന്നായിട്ട് വളം ചെയ്യുന്നുണ്ട്. നന്നായിട്ട് പൂത്തിട്ടുണ്ട് പ്രാവശ്യം. ഇത് നമ്മുടെ സാന്തോൾ എന്നുള്ള ഫ്രൂട്ടാണ്. ഇത് വെച്ചിട്ട് 2-3 കൊല്ലമായിട്ടുണ്ട്. ഇപ്പോൾ 3 കൊല്ലത്തോളം ആയിട്ടുണ്ട്. ഇത് പൂത്തിട്ടുണ്ട് 2-3 പ്രാവശ്യം. പൂത്ത് കൊഴിഞ്ഞു പോയി. ഏകദേശം അത് ഉണ്ടാവാറായിട്ടുണ്ട്. അത് നമ്മുടെ സാന്തോളും അങ്ങനെ ഒരു തന്നെ ഉണ്ടായൊരു കയ്പക്കായ. അപ്പോൾ അങ്ങനെ തല കയറ്റിച്ചു കൊടുത്തപ്പോൾ അതും ഉണ്ടായിട്ടുണ്ട്. ഇത് പ്ലാവാണ് നമ്മുടെ. ഇത് വിയറ്റ്നാം പ്ലാവാണത്. ഇതും കുറേ പ്രാവശ്യം കായുണ്ടായിട്ട് കൊഴിഞ്ഞു പോയത്. ഏകദേശം ഇത് കായ്ക്കാറായിട്ടുണ്ട്. ഇതൊരു 3 കൊല്ലമൊക്കെ അതിൻ്റെ വെച്ചിട്ട് നമ്മൾ. ഇത് സൺഡ്രോപ്പ് എന്നുള്ള ഫ്രൂട്ടാണ്. ഇതും ഒരു പ്രാവശ്യം ഉണ്ടായിട്ടുണ്ട്. ചെറിയ കായെല്ലാം ഉണ്ടായി. നമ്മൾ മാതളത്തിൻ്റെ തൈയാണ്. ഇത് തന്നെ മുളച്ച തൈയാണ്. നമ്മൾ പറിച്ചു വെച്ചു. 2-3 പ്രാവശ്യം പൂത്തുണ്ടായിരുന്നത്. പൂത്തിട്ടൊരു കായൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കായുണ്ടായി. മഴ കൂടുതലായ സമയത്താണ് കായ ഉണ്ടായത്. അപ്പോൾ മഴ കൂടുതലായപ്പോൾ ആ കായ കൊഴിഞ്ഞു പോയത്. അപ്പോൾ ഏകദേശം ഇത് ഉണ്ടാവാറായിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ കരിമ്പാണ്. ഇത്
3 കൊല്ലമായിട്ട് ഉള്ള കരിമ്പാണത്. അതായത് 3 കൊല്ലം മുമ്പ് വെച്ചിട്ട് ഇഷ്ടം പോലെ ഉണ്ടാവും, വീട്ടും അതിൻ്റെ അളപ്പ് വന്നിട്ടുള്ള ഉണ്ടായിട്ടുള്ളതാണത്. 3 പ്രാവശ്യം ഉണ്ടാവുമെന്നാണ് പറയണത് കരിമ്പ്. അത് കഴിഞ്ഞ കൊല്ലം ഉണ്ടായതിൽ ബാക്കിയുള്ളതാണത്, വെട്ടാണ്ട് ബാക്കി വെച്ചിരിക്കുന്നതാണ് ഈ കരിമ്പ്. നന്നായിട്ട് കരിമ്പുണ്ടായിരുന്നു, നല്ല വലിയ കരിമ്പ്. നല്ല വലിയ കരിമ്പായിരുന്നു, നല്ല മധുരമുള്ള കരിമ്പാണ്. നമ്മുടെ വീടിൻ്റെ പല ഭാഗത്തും ഉണ്ട്. ഇതാണ് നമ്മുടെ കോവയ്ക്കയുടെ പന്തൽ. ഇത് കട്ട് ചെയ്ത് നിർത്തിയിരിക്കുകയായിരുന്നു, ഇപ്പോൾ രണ്ടാമതും പൊടിച്ചിട്ടുണ്ട്. നന്നായിട്ട് കോവയ്ക്ക ഉണ്ടാവുന്നുണ്ട്. ധാരാളം കൊപ്പയുണ്ട് ഇവിടെ, നന്നായിട്ട് കൊപ്പ ഉണ്ടായിട്ടുണ്ട് ഇവിടെ. ഇത് വേറെ കൊപ്പയാണ്, വേറെ ടൈപ്പാണ്. ഇത് നമ്മുടെ ബറാബയാണ്. ഇപ്പോൾ ബറാബ ഇപ്പോൾ കായ ഉണ്ടായിട്ടുണ്ട്. ഇതും ഏകദേശം ഒരു 1.5 കൊല്ലമൊക്കെ ആയിട്ട് വെച്ചിട്ട്. ഒരു സ്ഥലത്ത് ചെന്ന് കണ്ടപ്പോൾ എൻ്റെ ഫ്രൂട്ട് കഴിച്ചപ്പോൾ ഇഷ്ടപ്പെട്ട് വെച്ചാണത്. അപ്പോൾ ഇത് പൂത്ത് കായ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇത് പഴുത്തിട്ട് നമ്മൾ കാണിക്കുന്നതായിരിക്കും. നമ്മൾ പുതിയതായിട്ട് വെച്ചിട്ടുള്ള ചെണ്ടുമല്ലിയാണ്. നല്ല ഉണ്ട പൂവാണ്, നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഇടയ്ക്ക് വയ്ക്കും, നല്ലതാണത്. കീടങ്ങളൊന്നും വരില്ല. ഇത് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ള ചെടികൾക്കൊക്കെ നല്ലതാണത്. ചെടികളുടെ ഇടയിലൊക്കെ ഓരോന്നുണ്ടാവുന്നത്. ഇത് പനിക്കൂർക്കയാണ്. ഇവിടെ കറ്റാർ വാഴയാണ്. ഇത് ചുമക്കൂർക്കയാണ്. പനിക്കൂർക്കയുടെ ഇല പോലെ തന്നെയാണത്. ചുമക്കൊക്കെ വളരെ നല്ലതാണത്, അതിൻ്റെ നീര് എടുത്ത് കഴിക്കൽ. ഇത് പുതിനയാണ്. ഇത് നന്നായിട്ടുണ്ട് അതിൻ്റെ കൂടെ. ഇത് നമ്മുടെ പച്ചമുളകാണ്. ഇതിവിടെ നന്നായിട്ടുണ്ടായിട്ടുണ്ട്, നല്ലോണം പച്ചമുളകുണ്ട്. ആദ്യം നമ്മളിത് കവറിലും ചട്ടിയിലൊക്കെ വയ്ക്കും, അത് കഴിഞ്ഞിട്ട് താഴത്തേക്ക് ഇറക്കി വയ്ക്കും. ഇവിടെ നല്ലോണം പച്ചമുളക് ഉണ്ടാവാറുണ്ട്. ഇത് ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ തന്നെ, അത് വലുതാവുന്നുള്ളൂ. ഇത് കൈപ്പയ്ക്കാണ്. കൈപ്പയും പൂത്തിട്ടുണ്ട്, കായ ഉണ്ടാവാറായിട്ടുണ്ട്. ഇത് നമ്മുടെ ചോളാണ്. ഇത് നമ്മൾ വിത്തിട്ടുണ്ടാക്കിയതാണ്. അപ്പോൾ നമ്മൾ മണ്ണിൽ ഉണ്ടാവുമെന്ന് അറിയാനായിട്ട്. അപ്പോൾ ഇവിടെ ഉണ്ടാവുന്നുണ്ട് ഈ സാധനത്ത്. അപ്പോൾ നമ്മൾ ഇനി അത് കുറച്ച് കൃഷി ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇത് നമ്മുടെ സപ്പോട്ടയാണ്. ഇതെല്ലാ പ്രാവശ്യം നന്നായിട്ട് കായ്ക്കാറുണ്ട്. ഇപ്രാവശ്യം നന്നായിട്ട് കായ്ച്ചിട്ടുണ്ട്. ഇതിന് അത്യാവശ്യം വളം ചെയ്യണം, നന്നായിട്ട് വളം ചെയ്യണം, ഇതിന് നല്ല കായ വലുതാവുള്ളൂ. നന്നായി വളം ചെയ്തുള്ളതുകൊണ്ട് നന്നായിട്ട് കായ ഉണ്ടായിട്ടുണ്ട്, കായ വലുതായിട്ടുണ്ട്.
ഇത് വേറെ പച്ചമുളകാണ്. ഇത് നന്നായിട്ട് ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ വേപ്പാണ്. വേപ്പ് നന്നായിട്ട് ഉണ്ടായിട്ടുണ്ട്. വേപ്പ് നമുക്ക് കുറേ ഉണ്ട്. വേപ്പ് മരം ഇവിടെ ഒരു 3-4-5 മരങ്ങളുണ്ട്. ഇത് അതേപോലെ തന്നെ വേറൊരു മൾബറിയാണിത്. നിറയെ ശംഖുപുഷ്പം ഉണ്ടായി നിൽക്കുന്നുണ്ട് ഇവിടെ. ഇത് നന്നായിട്ടുണ്ടായിരുന്നു ശംഖുപുഷ്പം. ഇത് ഇരുമ്പമ്പുളിയാണ്. ഇരുമ്പമ്പുളി ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മുടെ റംബൂട്ടാനാണ്. റംബൂട്ടാനൊരു സുഖമില്ല, ഇങ്ങനെ ഫുള്ളിങ്ങനെ എല്ലായിടത്തും ഇങ്ങനെ തന്നെയാണ് കാണുന്നത്. ഈ ഭാഗത്തെ മണ്ണിൻ്റെ ആയിരിക്കും ചിലപ്പോൾ. ഇത് കിഴക്കൻ പ്രദേശങ്ങളിലൊക്കെ നന്നായിട്ട് കണ്ടിട്ടുണ്ട്. ഇത് നമ്മുടെ ചാമ്പമരമാണ്. ഇതുമ്മേൽ അത്യാവശ്യം കായ ഉണ്ടാവാറുണ്ട്. ഇപ്രാവശ്യം പൂത്തിട്ടില്ല. ഇത് ലൂബിയാണ്, ലൂബിക്ക. ഇതുമ്മേലും അത്യാവശ്യം ഉണ്ടാവാറുണ്ട്. ഇത് നമ്മുടെ വീട്ടിലെ ബുഷ് ഓറഞ്ചാണ്. ഇതുമ്മേലും അത്യാവശ്യം നന്നായിട്ട് ഉണ്ടാവുന്നുണ്ട്. ഇതൊരു അത്യാവശ്യം വലിയ മരമാണ്. ഇത് നമ്മുടെ നെല്ലിമരമാണ്. ഇതും അത്യാവശ്യം വലിപ്പം ഉണ്ടാവാറായി തുടങ്ങിയിട്ടുണ്ട്. ഏകദേശം ഇക്കൊല്ലൊക്കെ ആയിട്ട് ഉണ്ടാവുമെന്ന് വിചാരിക്കാം. ഇത് നമ്മുടെ പ്രിയൂർ മാവാണത്. ഇക്കൊല്ലം പൂത്തിട്ടുണ്ട്. കഴിഞ്ഞ കൊല്ലം കുറച്ച് മാങ്ങ ഉണ്ടായിരുന്നു. ഇക്കൊല്ലം മാങ്ങ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അത് ഇത് നമ്മുടെ ആടലോടകമാണ്. ആടലോടകം. ഇത് ശതാവരിയാണ്. ഇത് നമ്മുടെ മണിത്തക്കാളിയാണ്. ഇത് നമ്മുടെ തുളസിയാണ്. തുളസി നന്നായിട്ട് ഉണ്ടാകുന്നുണ്ട്. ഇത് നമ്മുടെ സ്റ്റാർ ഫ്രൂട്ടാണ്. സ്റ്റാർ ഫ്രൂട്ട് ഏകദേശം കായ ഉണ്ടാവാറായിട്ടുണ്ട്. ഇത് നമ്മുടെ മണി പ്ലാന്റ് ആണ്.